എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ ആ സോൾ സൊസൈറ്റി ആയിരിക്കും കാണിക്കുക. അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു അലാം മുഴങ്ങുകയാണ്. അത് കേൾക്കുമ്പോൾ തന്നെ അവിടെയുള്ള സോൾ റീപ്പേഴ്സിനും റെഞ്ചിക്കും അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവും സോൾ സൊസൈറ്റിയിലേക്ക് ആരോ അനുവാദമില്ലാതെ കയറി പറ്റിയിട്ടുണ്ടെന്ന്. കട്ട് ചെയ്താ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ റിച്ചിഗോയും അവന്റെ ഫ്രണ്ട്സും ആ പൂച്ചയും അവരെല്ലാവരും ആ ഗേറ്റ് വഴി സോൾ സൊസൈറ്റിയിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം ആ ഗേറ്റിന് രണ്ടു വശത്തുമായിട്ടുള്ള ചുമരുകൾ ഇതാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ വിഴുങ്ങാനായിട്ട് അങ്ങനെ അടുത്തടുത്ത് വരും. അതുകൊണ്ട് പേടിച്ച ആ പൂച്ച ഗായ്സ് എത്രയും വേഗം മുൻപോട്ടേക്ക് ഓടിക്കോ, ഇനിയും ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത ഈ ചുമര് അത് നമ്മളെ മുഴുവനായിട്ടും വിഴുങ്ങിക്കളയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും മുൻപോട്ടേക്ക് ഓടുകയാണ്. മുടിയനാണെങ്കിൽ നമ്മുടെ ആൾക്കാരോടൊപ്പം ഉഷാറായിട്ട് ഓടാനായിട്ട് കഴിയില്ല. അവന്റെ സ്പീഡ് അതൊരല്പം കുറയും. അപ്പൊ അതേസമയം ആ ചുമര് അതാണെങ്കിൽ അവന്റെ ഡ്രസ്സ് അത് പതിയെ പതിയെ അബ്സോർബ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് കണ്ട ഹീറോ അവന്റെ സ്ക്വാഡ് അതെടുത്ത് അതിന് നേരെ ആഞ്ഞു വീശാണ്. ഉടനെ ആ പൂച്ചയാണെങ്കിൽ ഹീറോയെ തടയും. ഓ നോ ഇച്ചിഗോ, ഒരു കാരണവശാലും നീ നിന്റെ സമ്പത്തു സ്ക്വാഡ് അതിപ്പോ ഉപയോഗിക്കാൻ പാടില്ല. അത് നീ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിന്നെ മുഴുവനായിട്ടും ആ ചുമര് അബ്സോർബ് ചെയ്തെടുക്കുന്നു പറയും. അത് കേട്ട മുടിയനാണെങ്കിൽ താടിപ്പൈന്റെ ഡ്രസ്സ് അതങ്ങനെ വലിച്ചു കയറി കളഞ്ഞ് അവനെ തൂക്കി തോളത്തെടുക്കുകയാണ്. പിന്നീട് അവനാണെങ്കിൽ അവന്റെ പവർ എല്ലാം ക്യുമുലേറ്റ് ചെയ്ത് നല്ല വേഗത്തിൽ മുൻപോട്ടേക്ക് ഓടും. അപ്പൊ അവരുടെ തൊട്ടു പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദവും വലിയൊരു പ്രകാശവും കാണുകയാണ്. അവർ തിരിഞ്ഞു നോക്കും. മനസ്സിലാവും മറ്റെന്തോ ഒരു അപകടം അത് അവരുടെ പിന്നാലെ ഉണ്ടെന്ന്. ഹീറോ ആണെങ്കിൽ അതെന്താണെന്ന് ചോദിക്കും. അതിന് പൂച്ച പറയും എല്ലാ 7 ദിവസം കൂടുമ്പോഴും ക്ലീൻ എന്ന് പറയുന്ന ഒരു സാധനം അത് ഈ ഗേറ്റ് വഴി കടന്നു പോകും. അതിന്റെ ജോലി ഈ ഒരു ഗേറ്റിന്റെ 2 ഭാഗവും ക്ലീൻ ചെയ്യുക എന്നതാണ്. നമ്മൾ വന്ന ദിവസമാണ് അതിന്റെ ക്ലീനിങ് ഡേ. എത്രയും വേഗം അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് അവർ മുൻപിലേക്ക് ഓടും. പക്ഷെ ഒരു ഘട്ടം എത്തുമ്പോൾ അത് അവരുടെ തൊട്ടടുത്ത് എത്തുകയാണ്. അടുത്ത നിമിഷം ഒറീബ അവളുടെ കാരിയർ പവർ ഉപയോഗിച്ച് ആ ക്ലീനെ തടഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ തെറിച്ച് ആ സോൾ സൊസൈറ്റിയിലേക്ക് വരും. സോൾ സൊസൈറ്റിയിലേക്ക് അങ്ങനെ അട്ടിച്ചു വീഴുകയാണ്. ഇങ്ങനെ ഒരു എൻട്രി അത് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. അവരാണെങ്കിൽ ചുറ്റും നോക്കും. അവർക്കിപ്പോ എവിടെ എത്തിയെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. നമ്മുടെ കണ്ണാടി പയ്യനാണെങ്കിൽ അവന്റെ ബാഗ് തുറന്ന് ഒരു ഡ്രസ്സ് എടുത്ത് അത് ഇടുകയാണ്. എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സൊക്കെ എന്റെ കയ്യിൽ കരുതിയെന്ന് പറയും. അതേസമയം നമ്മുടെ ഒർഹിബ അവളാണെങ്കിൽ വലിയ എന്തോ പോക്കറ്റ് വിട്ട സന്തോഷത്തിൽ പറയും ഞാൻ എന്റെ ബാരിയർ പവർ അത് ഉപയോഗിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും വലിയ അപകടത്തിൽ പെട്ടേനെ. അത് കേട്ടാ പൂച്ച അത് ചാടി വന്ന് അവൾക്കൊരു മാന്ത് വെച്ചു കൊടുക്കും. നിങ്ങളോട് ഞാൻ 100 തവണ പറഞ്ഞില്ലേ എന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്ന്. ആ ക്ലീൻ അത് നിന്നെ ടച്ച് ചെയ്തിരുന്നെങ്കിൽ ആ നിമിഷം നീ ഭസ്മമായി പോയനെന്ന് പറയും. അത് കേട്ട് അവളാണെങ്കിൽ കരയാനായിട്ട് തുടങ്ങുകയാണ്. യു ഗായ്സ് ആർ അൺബിലീവബിൾ. നിങ്ങൾ ഇപ്പോഴും വളരെ സില്ലി ആയിട്ടാണ് എല്ലാം കാണുന്നതെന്ന് പറഞ്ഞ് ക്യാറ്റ് ആണെങ്കിൽ അങ്ങനെ മുൻപോട്ടേക്ക് നടക്കും. അത് കണ്ട നമ്മുടെ ആൾക്കാരും ഇപ്പൊ ക്യാറ്റിന്റെ പിന്നാലെ അങ്ങനെ നടന്നു വരികയാണ്. ക്യാറ്റ് പറയും ഇതാണ് സോൾ സൊസൈറ്റിയുടെ എൻട്രൻസ്. ഭൂമിയിൽ മരിച്ചവരുടെ സോള് അതാദ്യം ടൈം സ്പെൻഡ് ചെയ്യുക ഇവിടെയായിരിക്കും. ഈ വീടുകളിൽ ഒരുപാട് സോളുകൾ താമസിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ ആരും ഉള്ളതായിട്ട് അവർക്ക് തോന്നില്ല. അപ്പോഴായിരിക്കും ഇച്ചിഗോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്ഥലം കാണുക. ആ ഒറീച്ച പൂച്ചയാണെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോഴേക്കും ഹീറോ ആണെങ്കിൽ എന്തോ കണ്ട് മുൻപിലേക്ക് ഓടും. ക്യാറ്റ് ആണെങ്കിൽ അവനെ തടയാൻ ശ്രമിക്കും. പക്ഷെ ഹീറോ ആണെങ്കിൽ മറ്റൊരു ഗേറ്റ് ലക്ഷ്യമാക്കി ഓടുകയാണ്. ഹീറോ തൊട്ടടുത്ത് എത്തേണ്ട താമസം ആ ഗേറ്റ് ക്ലോസ് ആവും. ആ ഗേറ്റിന്റെ തൊട്ട് മുൻപിൽ ഗേറ്റ് കീപ്പർ ആയിട്ട് ഗോൾഡിന്റെ സൈസ് ഉള്ള ഒരു സോൾ റീപ്പർ. ആള് കാണുമ്പോൾ ആദ്യ ഹീറോയ്ക്ക് കുറച്ച് പേടിയൊക്കെ തോന്നും. ആ ഗേറ്റിന്റെ അകത്തുള്ള സോൾ റീപ്പേഴ്സിന് മനസ്സിലാവും ഒരുപാട് ഇൻക്ലൂഡേഴ്സ് അവിടേക്ക് എത്തിക്കഴിഞ്ഞുവെന്ന്. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവരുടെ അർണോൾഡ് അവൻ തീർച്ചയായിട്ടും ആ ഇൻക്ലൂഡേഴ്സിനെ എല്ലാം തല്ലിക്കൊല്ലുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ക്യാറ്റും ഗേറ്റിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആ സോൾ റീപ്പറിനെ കുറിച്ച് പറയാണ്. അവനാണ് ഈ മെയിൻ ഗേറ്റിൽ കാവൽ നിൽക്കുന്ന ആള്. പവർഫുൾ ആയ സോൾ റീപ്പേഴ്സിൽ ഒരു മെമ്പറാണ് അവൻ. അവന് ഭയങ്കര പവറാണ്. സോ സ്ട്രെങ്ത് വെച്ച് നമുക്ക് അവനെ തോൽപ്പിക്കാനാവില്ല. ഇതുവരെ അവൻ ആരും തന്നെ തോൽപ്പിച്ചിട്ടില്ല. ബുദ്ധി വെച്ച് വേണം നമ്മൾ അവനെ തോൽപ്പിക്കാൻ. ക്യാറ്റ് അത് പറഞ്ഞു തീർക്കേണ്ട താമസം നമ്മുടെ മുടിയനും ഹിബയും അവർ രണ്ടുപേരും ആ ജയന്റിന്റെ അടുത്തേക്ക് ഓടി അടുക്കുകയാണ്. അവനാണെങ്കിൽ അവന്റെ സമ്പത്തു വെപ്പൻ വെച്ച് ഇല താഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവിടെ ഒരു വാൾ അങ്ങനെ ക്രിയേറ്റ് ആവുകയാണ്. ആ ജയന്റ് അർണോൾഡ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും ഇവിടേക്ക് വരുമ്പോ 3 നിയമങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പാലിക്കണം. പുറത്തുപോയി അകത്തേക്ക് വരുമ്പോ കൈയും മുഖവും നന്നായിട്ട് കഴുകണം. നിലത്ത് പോയ ഭക്ഷണം അതൊരു കാരണവശാലും കഴിക്കാനായിട്ട് പാടില്ല. 3ാമത്തേതും
അവസാനത്തേതുമായ നിയമം ഇവിടെ ഒറ്റയ്ക്ക് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഗ്രൂപ്പ് ഫൈറ്റ് അതിവിടെ അനുവദിക്കുന്നതല്ല. സോ ആദ്യം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ ഇച്ചിഗോ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞ് ജയന്റ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് പോവാണ്. അതേസമയം ഇവിടെ മുടിയനും നമ്മുടെ ഒർഹിബയും അവർ രണ്ടുപേരും നൈസായിട്ട് ഒളിയാക്രമണം നടത്താനായിട്ട് ആ ജയന്റിന്റെ പിന്നാലെ വരും. ജയന്റ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് അത് കണ്ടുപിടിക്കും. ഹീറോ ആണെങ്കിൽ വിളിച്ചു പറയും, കുഴപ്പമില്ല, ഈ ഫൈറ്റ് അത് ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തോളാം. പക്ഷെ കണ്ണാടിക്കാരനാണെങ്കിൽ ടെൻഷനായിട്ട് ഒരു കാരണവശാലും നിന്നെ ഒറ്റയ്ക്ക് അവന്റെ അടുത്തേക്ക് പറഞ്ഞയക്കില്ല, ഞങ്ങളും നിന്നോടൊപ്പം അവനോട് ഫൈറ്റ് ചെയ്യും. അത് കേട്ട് ഹീറോ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉറഹറ ആള് 10 ദിവസം കൊണ്ട് തരേണ്ട ട്രെയിനിങ് വെറും 5 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ്. സോ എന്നെ കൊണ്ട് ഇവനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും. ബാക്കിയുണ്ടായിരുന്ന 5 ദിവസവും ഞാനും ഉറഹറയും ഞങ്ങൾ രണ്ടുപേരും രാവും പകലും ഇല്ലാതെ ഫൈറ്റ് ചെയ്തു. ആ ഒരു ഫൈറ്റ് എനിക്ക് കൂടുതൽ എനർജിയും പവറും ഒക്കെ തന്നെ പകർന്നു നൽകി. അതിനാൽ എനിക്ക് ഇവനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഹീറോ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. അതിനാൽ ജയന്റ് അവന്റെ സമ്പത്തു വെപ്പൻ അതുപയോഗിച്ച് ഹീറോയെ ആഞ്ഞു വെട്ടുകയാണ്. ആ ഒരു വെട്ടലില് ഹീറോയുടെ കഥ കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ ആൾക്കാരെല്ലാവരും ഞെട്ടലോട് കൂടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ അവർ കാണും നമ്മുടെ ഹീറോ അവന്റെ വെപ്പൻ ഉപയോഗിച്ച് ഹായ് ആയിട്ട് ആ ഒരു വലിയ സമ്പത്തുവെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹീറോയുടെ കോൺഫിഡൻസും നിൽപ്പും ഭാവമൊക്കെ കണ്ട് ആ ഒരു ജയന്റ് അവനാണെങ്കിൽ ഹീറോയെ നോക്കി ചിരിക്കുകയാണ്. നീ അടക്കം 3 പേര് മാത്രമാണ് എൻ്റെ ഫസ്റ്റ് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. എൻ്റെ അടുത്ത അറ്റാക്കിൽ നിന്ന്, അതായത് സെക്കൻഡ് അറ്റാക്കിൽ നിന്ന് ഇന്ന് വരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആ ഒരു വെപ്പൻ ആഞ്ഞു വീശും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ ഒട്ടും കോൺഫിഡൻസ് കുറഞ്ഞു പോവാതെ അവൻ ആ ഒരു അറ്റാക്കും അവന്റെ സമ്പത്ത് വെച്ച് അങ്ങനെ ബ്ലോക്ക് ചെയ്യും. തലി കയറിയ ജയന്റ് ആണെങ്കിൽ വീണ്ടും ആളുടെ വെപ്പൻ ഉപയോഗിച്ച് പുറഞ്ചം ഹീറോയെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു ഫൈറ്റും ഹീറോയുടെ സ്ട്രെങ്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹീറോയ്ക്ക് സ്പിരിച്വൽ എനർജി അത് ഒരുപാട് കൂടുതലാണ്. അതാണ് അവനെ കൂടുതൽ പവർഫുൾ ആക്കുന്നത്. ഹീറോയ്ക്ക് ആവശ്യം എങ്ങനെ അവന്റെ പവറിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ആണ്. ഇത്തരത്തിലുള്ള ഫൈറ്റും എക്സ്പീരിയൻസും അനുഭവങ്ങളും എല്ലാം തന്നെ ഹീറോയെ കൂടുതൽ പവർഫുൾ ആക്കി മാറ്റും. ആ ജയന്റിനാണെങ്കിൽ ഇതെല്ലാം കണ്ട് കലി കയറും. അവന്റെ പുറകിലുണ്ടായിരുന്ന മറ്റൊരു വെപ്പൻ സമ്പത്തു അത് പുറത്തേക്കെടുത്ത് ആ 2 വെപ്പൻ ഉപയോഗിച്ച് ഹീറോയെ ആഞ്ഞു വെട്ടുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ കാഷ്വലായിട്ട് അവനോട് മാപ്പ് പറയും. എനിക്ക് വേറെ വഴിയില്ല, ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവന്റെ 2 സമ്പത്തും ഹീറോ തകർത്ത് കളയാണ്. വെപ്പൻ തകർന്ന തകർച്ചയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. ആ ജയന്റ് സോൾ റീപ്പർ ആണെങ്കിൽ തെറിച്ചുപോയി ആ ചുമരിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ജയന്റ് ആണെങ്കിൽ അവന്റെ കൈകളിലേക്ക് നോക്കും. അവന്റെ സ്ക്വാഡുകള് അതങ്ങനെ പൊട്ടിയിരിക്കുകയാണ്. അവനത് താങ്ങാനാവാതെ പൊട്ടിക്കരയാനായിട്ട് തുടങ്ങും. അവന്റെ കരച്ചിലും സങ്കടമൊക്കെ കണ്ട് ഹീറോ അവനെ ആശ്വസിപ്പിക്കുകയാണ്. അതിനാൽ ജയന്റ് പറയും, നീണ്ട 300 വർഷത്തിന് ശേഷം എന്നെ ഒരാൾ തോൽപ്പിച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ തോൽവി അത് സമ്മതിക്കുന്നു. ഈ ഗേറ്റ് അത് നിങ്ങൾക്ക് മുൻപിൽ ഞാൻ തുറക്കുകയാണെന്ന് പറഞ്ഞ് ആൾ ആ ഗേറ്റ് അങ്ങനെ വലിച്ചു തുറക്കും. ആ ജയന്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്തോ ഒന്ന് കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഹീറോ അവിടേക്ക് നോക്കും. ദൂരത്തായിട്ട് ആരോ ഒരാള് ഇച്ചിഗോ അതാരാണ് ചോദിക്കും. അതിനവൻ പറയും, അദ്ദേഹമാണ് സ്ക്വാഡ് 3യുടെ ക്യാപ്റ്റൻ. നമ്മുടെ ആൾക്കാരെല്ലാവരും അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.